നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സെൻറ്റർ ബാക്ക് ഒമർ ബായെ സ്ക്വാഡിലേക്ക് എത്തിച്ചല്ലോ. കിനിയൻ താരമാണ്. ആരാണ് ഈ ഒമർ ബാ? നമ്മൾ വിശദമായിട്ടൊന്ന് പരിശോധിക്കുകയാണ്. നമുക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് അറിയേണ്ട കാര്യങ്ങൾ. അദ്ദേഹം എവിടെ കളിച്ചു, ഏത് പൊസിഷനിലാണ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടാക്റ്റിക്കലായിട്ടുള്ള എബിലിറ്റി എന്താണ്, ബ്ലാസ്റ്റേഴ്സ് ടീമിന് അദ്ദേഹം എങ്ങനെ ഗുണകരമാവും, ഇതൊക്കെയാണ് അറിയേണ്ടത്. അപ്പോൾ അതൊക്കെ നമ്മൾ വിശദീകരിച്ചൊന്ന് വിശദമായി പരിശോധിക്കുകയാണ്. 31 വയസ്സുണ്ട് താരത്തിന്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 190 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു ടവറിങ് പ്രസൻസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സൈസ്, സ്ട്രെങ്ത്, കമ്പോഷർ ഇതെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിന് ഗുണകരമാകും. സെൻറ്റർ ബാക്ക് റോളിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. ഇനി അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഏരിയൽ ഡൊമിനൻസ്. ആൾ നല്ല ഉയരമുണ്ട്, അതുകൊണ്ട് ഏരിയൽ ഡൊമിനൻസ്, പിന്നെ സ്ട്രോങ് പൊസിഷണൽ സെൻസ്, പിന്നെ ബാക്ക് ലൈനിനെ ഓർഗനൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡിഫൻസിലൊരു ലീഡർ, ഡിഫൻസിനെ ഓർഗനൈസ് ചെയ്യാൻ ഒരാൾ, അത്തരത്തിലുള്ളൊരു സാന്നിധ്യമാണ് ഒമർ ബാ. അദ്ദേഹത്തിൻ്റെ ഈ ക്വാളിറ്റീസ് എല്ലാം അദ്ദേഹം യൂറോപ്യൻ കോമ്പറ്റിറ്റീവ് ഫുട്ബോളിലൂടെ ആർജിച്ചെടുത്തതാണ്. 31കാരനായിട്ടുള്ള താരം വ്യത്യസ്ത യൂറോപ്യൻ ലീഗുകളിൽ കളിച്ചിട്ടുണ്ട്. നോട്ടബിളി സ്പെയിനിലാണ്. അതായത് എസ്പെഷ്യലി അദ്ദേഹം കളിച്ചിട്ടുള്ളത് സ്പെയിനിലാണ്, സ്പാനിഷ് ഫുട്ബോളിൽ. അവിടെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളൊരു റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ റിലയബിൾ ആൻഡ് ഫിസിക്കലി കമാൻഡിങ് ഡിഫൻഡർ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സീനിയർ ലെവലിൽ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മെച്യൂരിറ്റി ഉണ്ടാക്കി. ഒപ്പം തന്നെ ലീഡർഷിപ്പ്, സ്ക്വാഡിന് ഒരു ലീഡർഷിപ്പ് കൊടുക്കാനും അദ്ദേഹത്തെ കൊണ്ട് കഴിയും. വ്യത്യസ്ത ക്ലബ്ബുകൾക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിരുന്നു. യൂറോപ്യൻ ഫുട്ബോളിൽ നമ്മൾ പറഞ്ഞു. അത് പ്രധാനപ്പെട്ട ക്ലബ്ബുകൾ UE വിലാസർ ഡിമാൾ, CE യൂറോപ്പ, അതുപോലെ ഹപ്പോയൽ നോഫ് ഹഗാലിൽ, ഇങ്ങനെയുള്ള ക്ലബ്ബുകൾക്കൊക്കെ വേണ്ടി അദ്ദേഹം കളിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് മികച്ച രൂപത്തിൽ അദ്ദേഹത്തിന് ഗെയിം റീഡ് ചെയ്യാൻ പറ്റും. പിന്നെ അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ്, അതോടൊപ്പം തന്നെ ബാക്ക് ലൈനിൽ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട റോള് വഹിച്ച് മറ്റ് താരങ്ങളെ ഉത്തേജിപ്പിച്ച് കളിപ്പിക്കാനും പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അറൈവൽ വരുമ്പോൾ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിന് എക്സ്പീരിയൻസ് ആഡ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ഡിഫൻസീവ് അഷ്വറൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വരുന്ന സീസണിലേക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് ശക്തമാക്കാൻ ഈ സാന്നിധ്യം കൊണ്ട് കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. ഗിനിയക്കാരനായിട്ടുള്ള താരമാണ്. സോ ആഫ്രിക്കൻ കരുത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിലേക്ക് ആഡ് ചെയ്യപ്പെടുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.